ഹലോ ഗായ്സ്, ഞാൻ വിചാരിച്ചു ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ അത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് കൊളാബറേഷൻ വർക്ക്സ് ഉണ്ട്, ഷൂട്ട് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം എണീച്ച് വന്നോളപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ കോസ്റ്റ്യൂം നമ്മുടെ ചന്ദ്രമുഖിയുടെ തന്നെയാണ്, വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ധാവണി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. 6 മണി ആയിട്ടോ ടൈം. നല്ല ഞങ്ങളുടെ ഇവിടെ ചീവീടുന്ന കേട്ടോ, വരെ ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇനി മുടിയൊക്കെ ഒന്ന് ഉണക്കി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു നല്ല ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൊളാബ് ഉണ്ട്, അവിടെ പോയിട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണം. മേക്കപ്പ് ഞാൻ ഓൾറെഡി ചെയ്യുന്നു പറഞ്ഞു, കാരണം എനിക്ക് മേക്കപ്പും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ ഹെയറും ഒക്കെ ഒന്ന് സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു സലൂണിൽ പോയിട്ടാണ് ഹെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വരണ കൊളാബും അതൊക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ, എറണാകുളം ആ ഭാഗത്തുനിന്നൊക്കെയായിരുന്നു. നമുക്ക് അവിടെ പോയിട്ടൊന്നും ഒന്നാമത് പ്രഗ്നൻസി ടൈമാണ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പോയിട്ട് ചെയ്തേനെ. ട്രാവൽ ചെയ്യാനൊന്നും അധികം പറ്റില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ല ചേച്ചി, ശില്പ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അവിടെ ആട്ടോ നമ്മൾ പോയിട്ട് ഹെയർ ചെയ്യാൻ പോണേ. അപ്പോൾ മേക്കപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാട്ടെ. എപ്പോഴും മേക്കപ്പ് വീഡിയോസ് ഇടണതല്ലേ. അപ്പോൾ ഞാൻ മേക്കപ്പ് എന്താ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇതാട്ടോ. അപ്പോൾ ലുക്ക് ഇനി ഫൈനൽ ലുക്ക് ഫേസിൻ്റെ ഞാനിപ്പോൾ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ മേക്കപ്പ്. അപ്പോൾ വയ്യാന്ന് പറഞ്ഞിരുന്നു, ഒരു കാര്യം നടക്കില്ല. അപ്പോൾ വയ്യായി ഉണ്ടെങ്കിലും വയ്യായി ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, റെഡിയായി ഒരുങ്ങി സെറ്റാവുക, അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ മേക്കപ്പ് ഇത്തിരി ഹെവിയാന്ന് എനിക്കറിയാം, കാരണം ആ കോസ്റ്റ്യൂമിന് ഇത്തിരിയെങ്കിലും ഫോട്ടോ കൊടുക്കുമ്പോൾ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി മേക്കപ്പ് ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് ഞാൻ കോസ്റ്റ്യൂം കാട്ടിത്തരാം കേട്ടോ ഏതാന്ന്. അപ്പോൾ പൊണ്ണു ഭാബി ഉറങ്ങാണത്, അമ്മ ഇപ്പോൾ എണീച്ചു. അവർ വരുന്നില്ല, ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോണേ. കാരണം ഇത്രയും നേരത്തെ ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരത്തെ പോയിട്ട് കാര്യമില്ലല്ലോ, അവർ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ കോസ്റ്റ്യൂം ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ബ്ലൗസ് വരുന്നത്. ഇത് ധാവണിയുടെ സ്കേർട്ട് സ്റ്റിച്ച്ഡ് ആട്ടോ. ഇതുപോലെ നിറച്ച് ഫ്ലയേഴ്സ് ഉള്ള ധാവണി ആട്ടോ. കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കോപ്പർ കളറ് ആയിട്ടുള്ള കസവ് വന്നിട്ടാട്ടോ. ഇത് ബ്ലൗസ്, ഇത് സ്കേർട്ട്, പിന്നെ ധാവണിയുടെ ഷോൾ ഇതാട്ടോ. ഇതാണ് കളർ കോംബോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് ഒന്ന്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും പിക്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചന്ദ്രമുഖി ബൈ അഞ്ജലിയിൽ, അല്ലെങ്കിൽ ഞാനതിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പറും പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അഫോർഡബിൾ പ്രൈസിലായിട്ടുള്ള ഒരു ധാവണി സെറ്റാട്ടോ. ബ്ലൗസ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, സ്കേർട്ടൊക്കെ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നെക്ക് പീസും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. നമുക്ക് അമോഹ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി കൊളാബറേഷന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ അതേ നോക്ക്, ഇതാട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറ് റൂബി ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി മാല കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ ധാവണിയുടെ ഒപ്പം ഇടാൻ പോണേ. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ളത് ഗ്രീൻ തന്നെ എമറാൾഡ് ഉള്ള 2 ബാംഗിൾസ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഫംഗ്ഷനോ കാര്യങ്ങളോ, ഇപ്പോൾ ഗോൾഡിനൊക്കെ എന്താ റേറ്റ് അല്ലേ, ഭയങ്കര റേറ്റ് അല്ലേ. അതുമാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓർണമെൻറ്റ്സും കാര്യങ്ങളും അവിടെ പോയിട്ട് ഒരു ജ്വല്ലറി പോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത്. ഇപ്പോൾ അമേരിക്കൻ ഡയമണ്ട്സിൻ്റെ വേറെ ഉണ്ട്, ഇവിടെയാണെങ്കിൽ ആൻറ്റീക്ക്, പിന്നെ ചെട്ടിനാട്, അങ്ങനെ പാലയ്ക്ക, പല ടൈപ്പിലെ വെറൈറ്റിയിലുള്ള നെക്ക് പീസും ചോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഈ ഐറ്റംസാണ്. പിന്നെ അത് ബാംഗിൾസ് ഉണ്ട്, എല്ലാം കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ചെയിൻ, ഹിപ്പിൽ വെക്കാനുള്ള വേസ്റ്റ് ചെയിനാണിത്. അങ്ങനെ കുറേ വേറെ 2 മോഡൽ ബാംഗിൾസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള ജ്വല്ലറി ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ വല്ല
പ്രോഗ്രാംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ജ്വല്ലറി ഐറ്റംസൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇടാവുന്നതാട്ടോ. അപ്പോൾ അമ്മ ഡ്രസ് സ്കേർട്ട് എടുത്തന്നു കേട്ടോ. നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ എല്ലാവർക്കും അറിയാവുന്നതാണ് സിറ്റി സെൻറ്റർ, അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര എന്താ പറയുക എളുപ്പത്തിൽ അവിടെ പോയിട്ട് നമുക്ക് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓൾറെഡി ബുക്ക് ചെയ്യണം, ഇന്ന ഡേറ്റിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് 100 റുപ്പീസിൽ നിന്നാണെങ്കിൽ സ്റ്റാർട്ടിങ് വരണേ. പിന്നെ ഡിപ്പെൻസ് നമ്മുടെ ഓരോ മോഡൽസിൻ്റെയും അതിൻ്റെ വർക്കിൻ്റെയും ഓരോ കട്ടിങ്ങിൻ്റെയും അതിൻ്റെ ഓരോ ഡിഫറൻസ് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ അവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല ഫങ്ഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തിനാ വെറുതെ ഗോൾഡൊക്കെ പോയി എടുത്ത്, അല്ലെങ്കിൽ എന്തിനാ നമ്മൾ സ്വയമായിട്ട് എങ്ങനത്തെ ആണെങ്കിലും നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്ത് പൈസ കളയണേ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതിപ്പോൾ ഒരു മാല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭയങ്കര റേറ്റ് കൊടുത്ത് മുടക്കി മേടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു പരിപാടി കഴിഞ്ഞാലും പിന്നെ നമുക്ക് അത് തന്നെയല്ലേ ഇടാൻ പറ്റുള്ളൂ. വേറെ വെറൈറ്റി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഡിഫറെൻറ്റ് ജ്വല്ലറീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാവുന്നതാട്ടോ. അപ്പോൾ അമോഹ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി, ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ വേറെ 2 ബാംഗിൾസ്, നല്ല ഗ്രീനും റെഡും റൂബിയും ഒക്കെ വരുന്നത്. പിന്നെ വേറൊരു പ്രീമിയം കളക്ഷനായിട്ടുള്ള ഒരു നെക്ക് പീസ് കാട്ടിത്തരാം കേട്ടോ. അവിടുത്തെ ഒക്കെ അടിപൊളി, പറയാണ്ടിരിക്കാൻ വയ്യ, സൂപ്പറാട്ടോ എല്ലാതും. പിന്നെ ഇതേ നമുക്ക് ഒരു പാദസരം, ഇതൊക്കെ കണ്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അലുക്കളുള്ള നല്ല അടിപൊളി പാദസരം, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കണ്ട പാദസരം ഉണ്ട്. പിന്നെ ഇതാണ് ജുംക്ക, ഞാനിപ്പോൾ എൻ്റെ ഗ്രീൻ കളറിൽ ധാവണിക്കതേ മാച്ചിങ് ആയിട്ടതേ ഗ്രീൻ ജുംക്ക ഉണ്ട്. പിന്നെ വേറെ ഒരു നെക്ലസ് ഇതാട്ടോ, നെക്ലസ് അല്ല ഒരു ലോങ് ചെയിൻ ആട്ടോ, അടിപൊളിയായിട്ടുള്ള കണ്ടോ ഒരു ലോങ് ചെയിനാണ് ഇത്. നമ്മൾ വേറൊരു കോസ്റ്റ്യൂമിന് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇയർ കപ്സ് അല്ല, ഇങ്ങനെ ഇയർ ചെയിന് അതൊക്കെ ഉണ്ട് കേട്ടോ. ചുട്ടിയുണ്ട്, ഞാൻ ഇപ്പോൾ കാട്ടിത്തരാവേ. നമ്മളിങ്ങനെ ബബിൾ റാപ്പിൽ ഇങ്ങനെ കെയർഫുള്ളായിട്ട് എടുത്ത് വെച്ച് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ഇതാട്ടോ ചുട്ടി, ഇതാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് ചുട്ടിയൊക്കെ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇങ്ങനെ വെക്കുന്നതും ഇവിടെ വെക്കണം, അങ്ങനെ ഡിഫറെൻറ്റ് ചുട്ടീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ. ഇത് നമ്മളുടെ താരത്തെ ഞാൻ ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചന്ദ്രമുഖി ബൈ അഞ്ജലിയുടെ ലേറ്റസ്റ്റ് ധാവണി സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഞാൻ കാട്ടിത്തരാം. അതേ കണിക്കൊന്നൊക്കെ നമുക്ക് നിഷാൻറ്റിയുടെ അവിടെ നിറച്ച് പൂത്തൊക്കെണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചു. പിന്നെ കോസ്റ്റ്യൂം ഞാൻ അവിടെ എത്തിയിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഞാൻ മര്യാദയ്ക്കും നല്ല ധാവണി എടുത്തക്കണേ, ജസ്റ്റ് മേക്കപ്പും പിന്നെ ഇയറിങ്സും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അവിടെ വെച്ചിട്ട് ഞാൻ ഹെയറൊക്കെ കെട്ടുമ്പോൾ കാട്ടിത്തരാം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളുടെ സലൂണുള്ള. അപ്പോൾ അച്ഛനാണ് കൊണ്ടാക്കി തരണത്, അച്ഛൻ കൂടെ ഉണ്ട്, അച്ഛനാണ് വരണേ. അപ്പോൾ അച്ഛൻ ചുള്ളനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അച്ഛന് മാച്ചിങ് പിന്നെ ഞാൻ അത്രയും കൂടെ ഈ പച്ചന് ഇതാണ് പീക്കോക്ക് പച്ച, ഇതല്ലേ പീക്കോക്ക് പച്ച കേട്ടോ, നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള മേക്ക് ഓവർ സ്റ്റുഡിയോ ഇതാട്ടോ നമ്മുടെ ശില്പ ചേച്ചി ഇതാണ്. അപ്പോൾ ഇതാട്ടോ ചേച്ചി സുഖല്ലേ? സുഖം. അപ്പോൾ ഇവിടെ നമ്മൾ കൊളാബിന് വേണ്ടിയിട്ട് വന്നാട്ടോ. ശില്പാസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. ചേച്ചി ഭയങ്കര പാവാട്ടോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ ഭയങ്കര കമ്പനി, ചേച്ചി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സജഷൻസും കാര്യങ്ങളും, ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ധാവണി എങ്ങനെയാണ് ഉടുപ്പിച്ച് തരേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആ ചേച്ചി ചെയ്ത് തന്നു കേട്ടോ.
നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും ഓൾ ഓവർ കേരള ചേച്ചി ചെയ്യുന്നതാട്ടോ സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബ്രൈഡൽ ആണെങ്കിലും എന്താണെങ്കിലും ചേച്ചി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ തരാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണത് ഇത് എടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ വർക്ക്സൊക്കെ വരുമ്പോഴാണെങ്കിലും ചേച്ചി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ നേരത്തെ വന്നിട്ടാണ് നമുക്കിത് ചെയ്ത് തരണ്ടായിരുന്നേ. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചേച്ചി വേഗം നമുക്ക് ചെയ്ത് തരും. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടെ സജഷൻ അനുസരിച്ചിട്ട് നമുക്കൊന്നും ചെയ്തു തരില്ല. ഇതാണെങ്കിൽ നമ്മുടെ സജഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലത്തെയാണ് വേണ്ടത് കാര്യങ്ങളിലൊക്കെ. ഇത് ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ സജഷനാണ്. ഇപ്പോൾ ഞാനാണ് പറഞ്ഞത് എനിക്ക് ഹെയർ സ്റ്റൈൽ ഇതുപോലെ ചെയ്ത് തരണം, എനിക്കിതുപോലെ ആവണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ ഏത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതുപോലത്തെ ഒരു മോഡലാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ ചെയ്ത് തന്നെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആളോട് പറയുകയാണെങ്കിൽ ആൾ ചെയ്ത് തരും. ഇതാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാലക്കലിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ആനക്കല്ല് ആ ഭാഗത്താട്ടത്. പിന്നെ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യേണ്ട ഒരു കേളി ഞാൻ കംപ്ലീറ്റ്ലി നാടൻ ലുക്കായിട്ടാട്ടോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഹെയർ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വെച്ച് തന്നു. അപ്പോൾ എൻ്റെ ആണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഓൾറെഡി കളേർഡ് ഹെയർ ആണ്. പിന്നെ അതുമാത്രമല്ല കുറച്ച് കളേർഡ് ഹെയറാണ്. ഒറിജിനൽ വെർജിൻ ഹെയർ അടക്കം ഇത്തിരി ബ്രൗണിഷ് കളറാണ്. അപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ബ്ലാക്ക് ഹെയർ ഇതിൻ്റെ ഒപ്പം സ്യൂട്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് വെച്ച് നോക്കി എല്ലാം കഴിഞ്ഞപ്പോൾ സ്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ധാവണി കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണെന്നൊക്കെ. ഇത് നമ്മുടെ ചന്ദ്രമുഖി ബൈ അഞ്ജലിയുടെ നമ്മുടെ ക്ലോത്തിങ് സ്റ്റോറിത്തെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നിങ്ങൾക്ക് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ കളർ ചേഞ്ചസും പിന്നെ വേറെ മോഡൽസും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഇടാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞ പോലെ അമോഹ ജ്വല്ലറിയുടെ നമുക്ക് ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി ആട്ടോ നമ്മൾ ഇട്ടേക്കണേ. അപ്പോൾ ഇതേ നമ്മൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ആട്ടോ മീറ്റ് ചെയ്യണേ ആ ചേച്ചീനെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കമ്പനി, ഭയങ്കര സംസാരമായി കാര്യങ്ങളായി. പിന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളല്ലോ നമ്മൾ നോക്കുക. നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കിതുപോലെ ഒന്നും സംസാരിക്കാനും പറ്റില്ല. നമുക്ക് ആ ടൈം ഭയങ്കര ബോറടിക്കും. ഇങ്ങനെ കുറേ ഈ ഹെയറിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുകയൊക്കെ ചെയ്യും. ഇത് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ബോറടിക്കലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പ്രഗ്നൻ്റ് ആയിരുന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളും കൂടി തോന്നിയില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ട് ആളെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ അവിടെ ചെയ്ത് തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചേച്ചിയുടെ സർവീസും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ആ ചേച്ചിക്ക് ബ്രൈഡൽ ഫങ്ഷൻസിനാണെങ്കിലും വേറെ റിസപ്ഷൻ ലുക്കാണെങ്കിലും ഇപ്പോൾ ഫോട്ടോഷൂട്ടാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ആ ചേച്ചിയുടെ അവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സർവീസസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ചോദിക്കാവുന്നതാണ്. സത്യം പറയല്ലോ, നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം എനിക്ക് കാണണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ കേളിയൊക്കെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ചേച്ചി എല്ലാം കൂടിയിട്ടൊന്ന് ഹെയർ സ്പ്രേ അടിച്ചു കൊടുക്കാണ് ഇതാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. മീൻസ് ഒന്ന് എന്താ പറയാ ചേച്ചി, ഒന്ന് ഷൈനിങ് ഒക്കെ ആയിട്ട് പറയാനൊന്നും കിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നോക്കണ്ട, അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി ചേച്ചി ഇപ്പോൾ കാട്ടിത്തരും കേട്ടോ. അതിങ്ങനെ കാട്ടി വന്നു. അപ്പോൾ ഇതാട്ടോ ചേച്ചി നമുക്ക് ഹെയർ സെറ്റ് ചെയ്താണ്. ചേച്ചി ഇവിടെ ഒരു കുട്ടി പൂവും കൂടി വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈല്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല രസമില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല നാച്ചുറാലിറ്റി ലുക്കില് ആട്ടോ. കുറച്ച് മുടിക്ക് ഫ്രണ്ടിൽ ഇട്ടെന്നോളൂ ചേച്ചി. പിന്നെ പൂവ് നമുക്ക് വാടാറുമല്ലി, ആ പൂ മതി ചേച്ചിയുടെ കയ്യിലുള്ള പൂ മതി. നോക്കി
ചേച്ചി പതി നമുക്ക് പൂവൊക്കെ വെച്ച് തരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ മുല്ലപ്പൂ വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ല ട്രഡീഷണൽ ലുക്കായിരിക്കും. പക്ഷെ മുല്ലപ്പൂ ഒന്നും ഇനിയിപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ പോയിട്ട് സെറ്റ് ആക്കുമല്ലോ. പിന്നെ പൂ വെക്കാനും എനിക്ക് പറ്റില്ല കേട്ടോ. ഫ്രണ്ടിക്കായിട്ട് വെക്കണ്ട, വേണ്ട, ബാക്കിൽ മാത്രം എടുക്കും. അല്ലെങ്കിൽ വല്ല ചെറിയ റോസ് ഉണ്ടെങ്കിലും അത് മാത്രം വെച്ചാലും മതി നടുവിലേ. ആ അപ്പൊ ചേച്ചി പൂവൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ചും കൂടി നമ്മൾ ഫ്രണ്ടിലുണ്ട്. പിന്നെ നമുക്ക് ആക്സസറി ഞാൻ ചിലപ്പോൾ മാല ഇടും, ചിലപ്പോൾ മാല ഇടില്ല, ഡിപ്പെൻസ് കേട്ടോ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഹെയർ ഒക്കെ ചെയ്യുന്നത് ഡിപ്പെൻസ് ആട്ടോ നമ്മളുടെ ഇത്. ഇപ്പൊ എക്സ്റ്റൻഷൻ വെക്കുകയാണെങ്കിൽ അതിന് ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഹെയർ നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ റേറ്റ് 500-ന് താഴെ ഒക്കെ റേഞ്ച് ആട്ടോ വരുള്ളൂ. അത് ഡിപ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെയർ. ഇപ്പോൾ ഭയങ്കര വോളിയം ഉണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് ചേച്ചി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി തരും കേട്ടോ. എന്തായാലും വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പോയിലൊക്കെ എന്താ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ലാഫ് ഫെയിമിലൊക്കെ പോയിട്ടുണ്ട് ചേച്ചി, ഇവിടെ ഹെയർ ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫോട്ടോഷൂട്ടിനൊക്കെ. പക്ഷെ ഗൈനക്കാട്ടൊക്കെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾക്ക് ഇഷ്ടത്തിന് ചെയ്ത് തന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ കേളിയായിട്ടുള്ള കുറച്ച് ഹെയർ നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതാകുമ്പോൾ ഇത്തിരി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. കണ്ടോ, നമ്മൾ കുറച്ച് ഹെയർ നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മളൊന്ന് ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ചെയിനും കൂടി ഇട്ട് കാട്ടിയ ശരി കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബായ് ശരി കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ട് എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എൻ്റെ പിക്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തു. പിന്നെ ഇതാട്ടോ നമ്മുടെ സെക്കൻഡ് കോസ്റ്റ്യൂം നമ്മൾ ചെയ്യുന്നത് ഒരു വളക്കാപ്പ് ലുക്ക് പോലത്തെയാണ്. ഒരു യെല്ലോ കളർ സാരി കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അതിന് ബ്ലൗസൊക്കെ ആയിട്ട് നമ്മളിത് സാരി ഡ്രേപ്പിംഗ് ചേച്ചി ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതേ ചേച്ചി അടിപൊളിയായിട്ട് സാരി നമുക്ക് ഡ്രേപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അരക്കൊട്ട വെക്കണ്ട് കേട്ടോ. തലയും കൂടി വെച്ചോ, ഒതുങ്ങിയിരുന്നോളൂ. നല്ല ഭംഗിയുണ്ട് ചേച്ചി. ഇത് ചേച്ചി സത്യം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെയാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്, ചേച്ചി ഡ്രേപ്പ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റിനുള്ളിൽ സെറ്റാക്കി തന്നാട്ടോ ഈ ഡ്രേപ്പിങ്. നമ്മൾ മുന്നിൽ പറയുകയാണെങ്കിൽ ഇത്തിരി കൂടി എന്നാലും പെർഫെക്റ്റ് ആയിട്ട് നോക്ക്. ഇത്തിരി ചുളിവ് ഞാൻ തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചി നോക്കൊരു 10 മിനിറ്റ്സിനുള്ളില് സെറ്റാക്കി അടിപൊളി. സാരി എടുക്കാൻ 10 മിനിറ്റ്സ് എടുത്തില്ല. ഇതിന്റെ കാര്യം 10 മിനിറ്റ് അല്ലേ അത്ര എടുത്തിട്ടുള്ളൂ. ഉടുക്കാൻ അത്രയും ടൈം എടുത്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് അമ്മയും ഞാനും കൂടി എടുക്കണമെങ്കിൽ കുറെ നേരം എടുത്തിട്ടാട്ടോ. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇയറിങ്സ് തന്നെയുണ്ടോ ഭയങ്കര ഹെവി. കട്ട് ചെയ്യാം. അപ്പൊ ഇനി ഓർണമെന്റ്സ് ഇടാൻ പോവാട്ടോ. ഈ ഒരു നെക്ക് പീസ് ആട്ടോ നമ്മൾ ഇടുന്നത്. അതൊക്കെ നമ്മള് ഹെയർ സെറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മള് ഹെയർ സെറ്റ് ചെയ്യാൻ പോവാട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹെയർ ഒക്കെ ചെയ്യണ സമയത്ത് അത്യാവശ്യം ടൈം എടുത്ത് ഇതാക്കിയാലാണ് അടിപൊളിയായിട്ട് കിട്ടണം. നമുക്ക് അധികം സമയമില്ല. അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് പറ്റണ പോലെ ക്രിംപ് ചെയ്തിട്ടാന്ന് തോന്നുന്നു അല്ലേ. ക്രിംപ് ചെയ്തിട്ട് നമ്മള് വേഗം സെറ്റ് ആക്കിയിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇതേ ചേച്ചി നമുക്ക് ചാമ്പയ്ക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ എനിക്കാണെങ്കിൽ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചേച്ചിയുടെ വക അതേ ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചാമ്പയ്ക്കൊക്കെ കഴിച്ച് എല്ലാം മതിയല്ലേ. അടിപൊളി മധുരമുള്ള ചാമ്പയ്ക്ക കേട്ടോ. ഈ ഇത് തീർക്കണമെങ്കിൽ ഞാൻ വേഗം തീർത്തരാം. എനിക്ക് പേടിയുണ്ടോ, കാരണം വേദന എടുക്കുന്നൊരു ഇതുണ്ട്. എനിക്ക് സ്വയമായിട്ട് ചെയ്യുമ്പോ ചേച്ചി ഹെയറിൽ ശരിക്കും എന്ത് ട്രീറ്റ്മെന്റ്? ബോട്ടോക്സ് ചെയ്തത് സ്മൂത്തനിങ് ചെയ്തിരുന്നേ?
ഞാനിപ്പോ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊന്നും ചെയ്തില്ല. ഇപ്പൊ മുന്നേ പെർമനന്റ് സ്പാ ചെയ്തിരുന്നു. പെർമനന്റ് സ്പാ ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ലുക്ക് കിട്ടില്ല, നമുക്ക് സ്മൂത്ത് ആയിട്ട് കിടക്കും. ആ ഒരു 2 ദിവസം സ്മൂത്തനിങ്ങിന്റെ പോലെ സ്ട്രൈറ്റ് കിടക്കും. അത് കഴിഞ്ഞാൽ പഴയ നമ്മുടെ ടെക്സ്ചറിലേക്ക് മാറും. 8 മാസമാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഒരു കുഴപ്പമില്ല, എങ്ങനെ നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഷാമ്പും കണ്ടീഷണറും നല്ല ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിടക്കും. ഞാനൊക്കെ ടൂർ പോയപ്പോ ഇപ്പൊ നല്ല സ്ട്രൈറ്റ് ലുക്കിലൊക്കെ കിടക്കുന്നുണ്ട്. ഇന്നാണ് ഞാൻ വന്നിട്ട് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. മുന്നപ്പ എന്ത് ഹെയർ ആണ്, ചെറിയൊരു കിളി ഹെയർ ആണ്, ഇത്തിരി വേവി. എന്റെ അതുപോലെ തന്നെയാണ്. നമ്മൾക്കാണെങ്കിൽ വിശേഷമൊക്കെ പറഞ്ഞിരുന്നിട്ട് ചെയ്യാട്ടോ. ഇതേ നമ്മൾ ചെയ്യുന്ന ഒരു മെസ്സി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലായിട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നത്. ക്രിമ്പൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട്. എനിക്കും സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലുക്കിനെക്കാളും കൂടുതൽ ഇഷ്ടമായത് സെക്കൻഡ് ലുക്കാട്ടോ. അച്ഛനമ്മയ്ക്കാണെങ്കിലും സെക്കൻഡ് ലുക്കാണ് കൂടുതൽ ഇഷ്ടമായത്. ആ സാരിയും ആ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബ്രൈഡൽസിൻ്റെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി അടിപൊളിയായിട്ട് സെറ്റാക്കി തരും കേട്ടോ. പിന്നെ മേക്കപ്പ് ഞാൻ ഓൾറെഡി ടൈം ഇതാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. മേക്കപ്പും നന്നായിട്ട് ചെയ്തു. ഒരു ദിവസം മേക്കപ്പിൻ്റെയും വീഡിയോ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വർക്ക് ഉള്ളപ്പോൾ ഞാൻ ചെയ്തിട്ട് കാട്ടിത്തരാം. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഹെയറും കാര്യങ്ങളൊക്കെ ചേച്ചി ക്രിമ്പ് ചെയ്ത് നമ്മൾ സംസാരിച്ച് കൂളായിട്ട് ഓരോ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സുഖമായിട്ട് നമ്മൾ ചേർന്നു. അതായത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. അതായത് ചേച്ചിക്ക് ഇപ്പോൾ ഇവിടെ പാർലറിൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എന്ത് വർക്കാണെങ്കിലും അല്ലേ, ഓൾ കേരള സർവീസ് ആണ് ചേച്ചി വന്നിട്ട്. പക്ഷെ ഈ ബ്രൈഡൽസിന്റെ ഒക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ട്രാവലിംഗ് ചാർജ് അത് മാത്രം ഒരു കാര്യമുള്ളൂ. പക്ഷെ അല്ലാണ്ട് ചേച്ചി അവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ടും ചെയ്തു തരുന്നു കേട്ടോ. ഓൾ കേരള സർവീസാണ്. അപ്പോൾ മുന്നേ എന്തെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസോ പ്രൈസിൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേച്ചീനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ചേച്ചി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ശില്പ എന്നാട്ടോ പേര്. അപ്പം അങ്ങനെ. അപ്പോൾ ഇതേ നമ്മൾ ഫ്രണ്ട് സൈഡ് ക്രിമ്പിങ് ഒക്കെ ചെയ്തിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയാ, അപ്പൊ ചേച്ചി ഇത് ക്രിമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചുട്ടി വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യണത്. ചുട്ടി മറ്റേ ബോക്സിലുണ്ട്. കാരണം ചാമ്പൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് തിന്നോണ്ടിക്കാണ്. അപ്പം എൻ്റെ നാച്ചുറൽ ഹെയറിൽ തന്നെയാട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു പ്ലേറ്റിംഗ് പോലെ ഫ്രണ്ടിലിടുന്നതുകൊണ്ടാട്ടോ ഇത്തിരി ഇങ്ങനെ എന്താ പറയുക ഇത്തിരി ചെരിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിത് ഇതുപോലെ ലുക്ക് ഇട്ടതാണ് ഫൈനൽ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അമോഹ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറിയിലാണ്. അവിടെ നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കളക്ഷനൊക്കെ ആയിട്ട് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സൂപ്പർ കളക്ഷൻസ് കാണാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരണ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗോൾഡ് എടുത്ത് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു ജ്വല്ലറി സെലക്ട് ചെയ്തിട്ട് ഔട്ട്ഫിറ്റിന് മാച്ചായിട്ട് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒരു ബിറ്റും കൂടി ഇട്ട് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാട്ടോ ഫൈനൽ ലുക്ക്. സാരി ട്രിപ്പിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഹെയർ സ്റ്റൈലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ ഈ വ്ളോഗ്.